എനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയൊരു മോതിരം, നല്ലൊരു മോതിരം. എത്ര പൈസയുടെ മോതിരമാണ് വേണ്ടത്? നമ്മളെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇത് മതി. ഇതിന് പൈസ എത്ര വെച്ചാൽ ബില്ലയക്കും. ഓക്കെ ഓക്കെ സാർ. മാഷേ, എന്നെ അറിയുവാ? നിങ്ങൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ. മാഷെന്നെ 10ാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ചിട്ടായിരുന്നു. ബൈജു എന്നാ എൻ്റെ പേര്. ആ, ബൈജു അല്ലേ? ചെറിയൊരു ഓർമ്മയുണ്ട് എനിക്ക്. മാഷെ, നമ്മളൊരു 5 കൊല്ലം മുമ്പ് കണ്ണൂർ ടൗണിൽ നിന്ന് കണ്ടിരുന്നു. ഞാൻ അന്നും മാഷോട് ലോകം പറഞ്ഞേ. മാഷ്ക്ക് അതും ഓർമ്മയില്ലാത്ത പോലെയുണ്ട്. ആ, കണ്ണൂർ ടൗണിൽ നിന്നല്ലേ? ഇപ്പം ഏതാണ്ട് എനിക്ക് മനസ്സിലായി. ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചാലോടോ. മറവി. ബൈജു ഇപ്പോൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത്? എന്താ ഇവിടെ സെയിൽസ്മാൻ ആണോ? ആ മാഷെ, ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നത്. മാഷെ, ഇത് എൻ്റെ ഷോപ്പാണ്. ഇത് ബൈജുവിൻ്റെ ഷോപ്പായിരുന്നോ? ആ, ഞാൻ അറിയില്ലായിരുന്നു കേട്ടോ. കുറേ നാളായി ഇതൊക്കെ തുടങ്ങിയിട്ട്. ആ മാഷെ, 2-3 വർഷമായി തുടങ്ങിയിട്ട്. നന്നായി. ബൈജു, നമ്മളെ ബില്ല് ആ മാഷെ ആയിട്ടുണ്ടാവും. എന്നാല് വിജയ് ബില്ല്. ആ ബൈജുട്ടാ, ബില്ല് റെഡി ആയിട്ടുണ്ട്. മാഷെ, എന്നാല് ബില്ല് വയ്ക്കുന്നു. ഓക്കെ ഓക്കെ. ബൈജുട്ടാ, നല്ല മാഷല്ലേ, എന്ത് നല്ല പെരുമാറ്റം. അത് ജ്വല്ലറി മുതലാളിയെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത്ര നല്ല പെരുമാറ്റം. ബൈജുട്ടാ, അങ്ങനെ പറയാൻ പാടില്ലേ, അത് തെറ്റാണ്. ഒന്നിലെ പഠിപ്പിച്ച മാഷല്ലേ. തെറ്റാന്നാ? വിജേഷേ, ഈ മാഷ് ഞാനല്ല ഒരു 5 കൊല്ലം മുമ്പ് കണ്ണൂർ ടൗണിൽ നിന്ന് കണ്ടിട്ടേ. അന്ന് ഞാൻ അങ്ങോട്ട് പോയിട്ട് മാഷോട് ലോഗ്യം പറഞ്ഞു തന്നെ. അന്നും ഇതേ പെരുമാറ്റമായിരുന്നു എന്നോട്. അവസാനം മാഷൻ്റെ ഒരു ചോദ്യം. എന്നാ ബൈജുട്ടാ ചോദിച്ചേ? നീ ഇപ്പം എന്താ ചെയ്യുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാഷേ ഞാനിപ്പോൾ സ്വർണ്ണപ്പണിയാണ്. അത് കേട്ട പറഞ്ഞിട്ടില്ല. മാഷ നല്ല പെരുമാറ്റം പോയി, എല്ലാം പോയി. ആണ് കുറച്ച് തിരക്കുണ്ട്, ആളവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒറ്റ പോക്കാ. ആ മാഷാണ് ഈ മാഷ്. മനസ്സിലായോ വിജേഷേ? ബൈജുട്ടാ, പഠിപ്പിച്ച കുട്ടികൾ പഠിച്ച് വലിയ നിലയിൽ ജോലിയൊന്നും ആയിട്ടില്ലെങ്കിൽ മാഷ്മാർക്ക് ഒരു സങ്കടം തന്നെയല്ലേ ഇത്? വിജേഷേ, എല്ലാ കുട്ടികൾക്കൊന്നും ഒരുപോലെ പഠിക്കാനുള്ള ബുദ്ധി ദൈവം കൊടുത്തിട്ടില്ല. ഞാനൊക്കെ പഠിക്കാൻ മാക്സിമം ശ്രമിച്ചു. പഠിക്കാനുള്ള ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ എന്ന് വെച്ചിട്ട് കുറേ കൊല്ലത്തിന് ശേഷം നമ്മളെ പഠിപ്പിച്ച മാഷ നമ്മൾ കാണുമ്പോൾ എത്ര സ്നേഹത്തോടെ നമ്മൾ അങ്ങോട്ട് ഒരു ലോകം പറയുന്നത്. ആ സമയം മാഷ് ഈ രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ നമ്മളെ മനസ്സിൽ എത്ര വേദന ഉണ്ടാവും? മാഷ് കാട്ടിയ ഇരട്ടി വേദന നമ്മളെ മനസ്സിലുണ്ടാവില്ലേ? അത് സാറിൽ ബൈജുട്ടാ, ബൈജുട്ടിനോട് ഇപ്പോൾ മാഷ് നല്ല രീതിയിലല്ലേ പെരുമാറിയേ. അത് കണ്ടപ്പോൾ ബൈജുട്ടിന് സന്തോഷമായില്ലേ? ബൈജുട്ട് ഇപ്പോഴത്തെ സ്ഥിതി കണ്ടപ്പോൾ പഠിപ്പിച്ച മാഷ്ക്കും നല്ല സന്തോഷമായില്ലേ? അപ്പോൾ രണ്ടാളും ഹാപ്പി ആയില്ലേ? വിജേഷേ, വീട്ടിൽ നിന്ന് അച്ഛനമ്മയും നമ്മളെ കലമ്പിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ഒരു ചിരിയിട്ട് കഴിഞ്ഞാൽ അതങ്ങ് മറന്നല്ലേ? അതുപോലെ തന്നെ ഇതും. ഞാൻ ഹാപ്പിയാടാ. സ്കൂളിൽ പഠിക്കാത്ത കുട്ടികളെ ഒന്നിനും കൊള്ളൂല എന്നുള്ളൊരു ധാരണ മിക്ക ആളിലും ഉണ്ട്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ച. ആ സമയത്ത് പഠിക്കുന്ന കാലത്ത് പഠിപ്പിൽ മാത്രമാണ് ശ്രദ്ധ. അതുകൊണ്ട് എനിക്ക് എന്നെ നിരീക്ഷിക്കാൻ പറ്റിയില്ല. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് ജീവിതം തുടങ്ങിയപ്പോഴാണ് ഞാൻ എന്നെ മനസ്സിലാക്കി തുടങ്ങിയത്. പഠിക്കാനുള്ള ശ്രദ്ധയും ബുദ്ധിയും എനിക്കില്ല, പക്ഷേങ്കിൽ ബിസിനസ്സിൽ നല്ല ഐഡിയാസുകൾ എനിക്കുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. ഞാൻ ബിസിനസ് മാത്രം ശ്രദ്ധിച്ച് അങ്ങനെ എനിക്ക് ഇന്ന് ഈ നിലയിലെത്താൻ പറ്റി. എന്നെക്കാൾ കൂടുതൽ പഠിച്ച ആൾക്കാർ ഇന്ന് സ്റ്റാഫായിട്ട് എൻ്റെ ഷോപ്പിലുണ്ട്. ഒക്കെ ദൈവാനുഗ്രഹം. എല്ലാവരും ഉള്ളിലുണ്ട് ഓരോ കഴിവുകൾ. അത് നമ്മൾ തിരിച്ചറിയുക, ഉപയോഗപ്പെടുത്തുക. നമ്മൾ വിജയിക്കും.